Hello everyone. Actually I video ചെയ്യും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. Just like that ചെയ്യുവാണ്. എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ thank you everyone. Thank you 2-3 days മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതിന് ഒരു 2000 വ്യൂസ് മീൻസ് കിട്ടിയിട്ടുണ്ട്. ശരിക്കും അത് എക്സ്പെക്റ്റ് ചെയ്തേ ഇല്ല ഞാൻ. കാരണം ഒരു 1 year ബാക്ക് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഇട്ടു, പിന്നെ അങ്ങനെ ബ്രേക്കായി പോയി, ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ വീണ്ടും ഇങ്ങനെ ഇടാൻ വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടങ്ങിയേ ഉള്ളൂ. പണ്ടൊക്കെ ഒരു 200 അങ്ങനത്തെ വ്യൂസൊക്കെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ 2000 ക്ലിക്സ് കിട്ടുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ക്ലിക്ക് ചെയ്ത് അറ്റ്ലീസ്റ്റ് കൺസിഡർ ചെയ്തതിന്. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അവർക്ക് ബിഗ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. ആൻഡ് 2-3 കമൻസും കൂടി വന്നിട്ടുണ്ട്. സൻഹ ഇഫ് യു ആർ വാച്ചിങ്, ഹലോ, താങ്ക് യു ഫോർ കമൻറ്റിങ്. പിന്നെ നമ്മളിങ്ങനെ ലൈക്സിനാണ് അങ്ങനെ രണ്ട് ദിവസം അങ്ങനെ അധികം നോക്കിയില്ല. പിന്നെ നോക്കിയപ്പോൾ ഒരു ഭയങ്കര എൻകറേജിങ് ആയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ വ്യൂസും ലൈക്സൊക്കെ ആണ്. നമ്മൾ മോസ്റ്റ്ലി ഇത് ഫസ്റ്റ് ലൈക്ക് ചെയ്യുന്നത് എന്തായാലും നമ്മുടെ റിലേറ്റീവ്സ് തന്നെയാണ്. ഹസ്ബൻഡും ബ്രദർ, അമ്മ, അവർക്ക് നോക്കിയിട്ട് പെട്ടെന്ന് ലൈക്ക് ചെയ്യും. വീഡിയോ ഇട്ടിട്ടുണ്ട് അമ്മ നോക്കണ്ടേന്നൊക്കെ പറയുമ്പോൾ നോക്കും, ലൈക്ക് ഇടും. പക്ഷേ നമ്മൾ ഇങ്ങനെ അതർ പീപ്പിൾ നോക്കുമ്പോഴാണ് നമുക്കൊരു ഏറ്റവും ഒരു ഹാപ്പി ആയിട്ടിരിക്കും. ഞാനങ്ങനെ ചായയുമായിട്ട് വന്നതാണ്. എനിക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഇറങ്ങി ചെയ്യാൻ വിചാരിക്കുമ്പോൾ കുറേ ഇൻഹിബിഷൻസ് വരും. ക്യാമറ ഫേസ് ചെയ്യാനും കുറേ ഇൻഹിബിഷൻസ് വരും. അതെങ്ങനെയാണ് ചെയ്യുക, എന്ത് കണ്ടൻറ് ഇടും, കണ്ടൻറ് ഇട്ടാൽ ആരെങ്കിലും നോക്കുമോ, നമ്മുടെ ചാനൽ ആരെങ്കിലും നോക്കുമോ, ഇങ്ങനെയൊക്കെ പല തോട്ട്സ്. നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും നമ്മൾ യൂട്യൂബ് ഞാൻ നോക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 4-5 ഇയേഴ്സിന് മേലെ. എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അപ്പോൾ യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിൾ എടുക്കുക, യൂട്യൂബ് തുറന്ന് നോക്കുക, എന്തെങ്കിലും ചെറിയ റെസിപ്പീസ് അങ്ങനെയൊക്കെ നോക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കും സ്റ്റാർട്ട് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമോ, അല്ലെങ്കിൽ പലരും പറയണ കേട്ടിട്ടുണ്ട്, ഫോണുണ്ടല്ലോ പെട്ടെന്ന് എടുക്കുക, എന്തെങ്കിലുമൊക്കെ ഇടുക, പിന്നെ അപ്ലോഡ് ചെയ്യുക, ഒന്നും നോക്കണ്ട, ഒന്നും വിചാരിക്കണ്ട, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എൻകറേജിങ് ആയിട്ടിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ തുടങ്ങി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് പല ഇൻഹിബിഷൻസും ചെയ്യുമോ, പല തോട്ട്സും വരുമോ, അങ്ങനെയൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. അവസാനം ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ റെഗുലർ വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിച്ച് കുറച്ച് ഇട്ടു. കണ്ടൻറ് എന്ന് പറയുമ്പോൾ കുക്കിങ്ങും പിന്നെ ലൈഫ് സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ കുറേ ട്രാവലൊക്കെ ചെയ്യാറുണ്ട്. സോ ട്രാവൽ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ മോസ്റ്റ്ലി ലൈഫ് സ്റ്റൈൽ ടിപ്സും നമ്മുടെ വ്ളോഗിങ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ചെയ്താലോ അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെ പിന്നെ നമ്മുടെ ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാമല്ലോ നമ്മുടെ ജേർണീനെ. നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ പിന്നീട് യൂട്യൂബ് എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ ഉള്ളവരെ നമുക്ക് തന്നെ തിരിഞ്ഞ് നോക്കാം. ഓക്കെ, നമ്മളിങ്ങനെയൊക്കെ ചെയ്തു, ട്രാവൽ ചെയ്തു, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പിള്ളേർക്ക് വരെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. 2000 വ്യൂസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തേ ഇല്ല. ഹൂവേഴ്സ് ലൈക്ഡ്, താങ്ക് യു. കമൻസ് 2-3 കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, അവർക്കൊക്കെ താങ്ക് യു. ഫസ്റ്റ് കമൻസ് നമ്മളെപ്പോഴും മറക്കാറേ ഇല്ല. സൻഹ, ഹലോ. നമ്മൾ യൂഷ്വലി
ഫ്രണ്ട്സ് നമ്മൾക്ക് അറിയാവുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യും. അത് നമുക്ക് അറിയാം. പിന്നെ അറിയാത്തവരിങ്ങനെ എടുത്ത് നോക്കുമ്പം ഔട്ട്സൈഡേഴ്സ് ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. ഔട്ട്സൈഡേഴ്സ് പറയാൻ പറ്റില്ല, ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലി പോലെയാണ്. സോ വൺസ് അഗെയിൻ താങ്ക് യു. അപ്പോൾ ചായ ചൂടാരാണ്. അപ്പോൾ ഇന്നത്തെ ചായൻ്റെ സ്നാക്ക് എന്ന് വെച്ചാൽ അതായത് പൊരി, മസാല പൊരി. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളത് പോയി ഒന്നും കണ്ടിട്ട് വരും. ഞാൻ അപ്പോഴേക്കും എൻ്റെ ചായ ഒന്നും കുടിച്ച് ഇരിക്കട്ടെ. അപ്പോൾ ഈവനിങ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിന് ഞാനിവിടെ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മസാല പൊരിയാണ് ഉണ്ടാക്കുന്നത്. വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഏറ്റവും അത്യാവശ്യം പൊരിയാണ്. പിന്നെ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആ കുരുവൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് ആ എല്ലാ സ്കിന്ന് മാത്രം നല്ല ചെറിയ പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊറിയാൻഡർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള ഉണ്ട്. പിന്നെ കപ്പലണ്ടി ഉണ്ട്. ചാട്ട് മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പും ചില്ലി പൗഡറും. ഈ ക്യാരറ്റ് ഇങ്ങനെ വെച്ചിരിക്കുന്ന ക്യാരറ്റും ഈ മാങ്ങയാണിത്. ക്യാരറ്റും മാങ്ങയും ഇതിങ്ങനെ എടുത്തിട്ട് നല്ലോണം ചീകി വെക്കും. അപ്പോൾ ക്യാരറ്റ് നമുക്ക് ഇതുപോലെ ചീകി നല്ലോണം സ്ക്രേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ മാങ്ങയും നമുക്ക് ചീകി വെക്കാം. ഇനി നമുക്ക് മാങ്ങയും ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. ഇനിയിപ്പോൾ പ്രിപ്പറേഷന് വേറെ ഒന്നുമില്ല. പൊരി എടുക്കുക, എല്ലാ ഐറ്റംസും എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെഡിയായി. ഈ നമ്മൾ എടുക്കുന്ന പൊരിക്കനുസരിച്ച് നമ്മൾ വെജിറ്റബിൾസ് കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. മാങ്ങ ഭയങ്കര പുളിയാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇതിൽ മാങ്ങന് പകരം നമുക്ക് മാങ്ങ ഇല്ലെങ്കിൽ ആംചൂർ പൗഡറിനുണ്ടാവും, അതും കൂടി ആഡ് ചെയ്യും. അത് നല്ലൊരു പുളി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാങ്ങ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കുട്ടികൾക്ക് കുറച്ചുകൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പൊട്ടേറ്റോ ഫ്രൈ ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത്, ഇത് ചാട്ട് മസാല ആണ് കേട്ടോ, ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് പൊട്ടേറ്റോ കൂടി ഫ്രൈ ചെയ്ത് ആഡ് ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. പൊട്ടേറ്റോ നമ്മളെപ്പോഴും ഈ ഫ്രോസൺ ഫിംഗേഴ്സ് ഉണ്ടാവില്ലേ, പൊട്ടേറ്റോ ഫിംഗേഴ്സ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കിട്ടും, അതുപോലെ ഫ്രോസൺ ഉണ്ടാവും. നമ്മൾ ഫ്രോസൺ വാങ്ങിച്ച് എപ്പോഴും വെച്ചാൽ ഇതുപോലെ പിള്ളേർക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതെടുത്ത് ഫ്രൈ ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാലും മതി. ഇത് ഇത്തിരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്, എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അധികം വേണ്ട, ഉപ്പ് പാകത്തിന് മതി. കുറച്ച് കുറവായിട്ട് തന്നെ എപ്പോഴും ആഡ് ചെയ്യേണ്ടത്. ഇതെല്ലാം കൂടി ഒരു നല്ലൊരു മിക്സ് കൊടുത്തിട്ട് നമുക്കൊരു ശകലം മഞ്ഞപ്പൊടിയും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഒരു യെല്ലോ കളർ കിട്ടും. ഇതിൽ പല വേർഷൻസും ഇത് ഏറ്റവും സിംപ്ലസ്റ്റ്, നമ്മൾ ഡെയിലി വീട്ടിലുണ്ടാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. സോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വൈകുന്നേരം ചായക്കൂടെ ഒരു സ്നാക്ക് റെഡിയായി. സോ അപ്പോൾ എല്ലാവരും ഈ മസാല പൊരിയുടെ റെസിപ്പി കണ്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, ഈവനിങ് ഒരു നല്ലൊരു സ്നാക്കാണ്. പിന്നെ പോകുന്നതിന് മുമ്പ് ഇന്ന് ആമസോണിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു.
ലൈക്ക് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ ഞാൻ കുറേ യൂസ് ചെയ്തിട്ട് നല്ല പ്രോഡക്റ്റാണെന്ന് വെച്ചിട്ടാണ് തിരിച്ച് ഇതിപ്പോൾ തേർഡ് ടൈം ഒന്ന് വാങ്ങണത്. അപ്പോൾ അതും കൂടി ഒന്ന് കാണിക്കാം, അപ്പോൾ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടിരിക്കുമല്ലോ ഈ വീഡിയോയിൽ. പിന്നെ ഒരു പുതിയ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതും കാണിക്കാം. സോ ഇതൊക്കെയാണ് ഞാൻ ആമസോണിൽ നിന്ന് വന്ന പ്രോഡക്ട്സ്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇതാണ്, ഈ ബ്രസ്റ്റോഡ് ടിഷ്യൂ കിച്ചൺ ടവൽസ്. ഇത് ഭയങ്കര അടിപൊളിയാണ്, നല്ലതാണ് കേട്ടോ. നമുക്ക് ഒരു ഷീറ്റ് തന്നെ നമുക്ക് 2-3 ഡേയ്സ് നല്ലോണം ഉപയോഗിക്കാം. അങ്ങനെ കുറേ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ടിഷ്യൂസ്. പിന്നെ ഇത് കിച്ചൺ ക്ലീനർ സിഫിൻ്റെ, കുറേ നാൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് 3ാമത്തെ ബോട്ടിൽ വന്നു. ഇറ്റ്സ് വെരി ഗുഡ് സിഫിൻ്റെ. എസ്പെഷ്യലി സ്റ്റവിൻ്റെ ആ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഭാഗം, ഗ്ലാസ് ടോപ്പ് ആണെങ്കിൽ അതും ക്ലീൻ ചെയ്യാം. നല്ലതാണ്, ഭയങ്കര നല്ല ഐറ്റം. ഇത് ഞാൻ കുറേ പ്രാവശ്യം യൂസ് ചെയ്തുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുവാണ്. ഇത് ഞാൻ പിന്നെ വാങ്ങിക്കുന്ന ഒരു സാധനം. പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് ഇത് കിച്ചണിൽ സിങ്കിൽ വെക്കാനുള്ള ഒരു മെഷ് പോലത്തെ ഒരു ഫിൽറ്റർ. നമ്മൾ സിങ്കിൻ്റെ കൂടെ ഒരു സാധനം വരുന്നുണ്ട്, പക്ഷെ അത് അത്രയും കുറേ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അതിന് ശരിയാവില്ല. അപ്പോൾ ഇത് കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ ഇതിൽ കണ്ടു നല്ലവണ്ണം പറഞ്ഞിട്ട്, അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഇത് ഞാൻ കുറേ ഗ്രീൻ ടീ കുടിക്കുന്ന ആളാണ്. ഗ്രീൻ ടീ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി തുളസിയുടെ ക്ലാസിക്, തുളസിയുടെ പല ഫ്ലേവേഴ്സ് ഉണ്ട്, പോംഗ്രാനട്ട്, ജാസ്മിൻ, അതൊക്കെ. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇത് ട്രൈ ചെയ്യാനൊന്നും തോന്നി. നമ്മുടെ ശംഖുപുഷ്പം എന്താ പറയുന്നത്, ലൈക്ക് മലയാളത്തിൽ ഇങ്ങനത്തെ പൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ടീ ആണ്. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ഇത് പുതിയതാണ് കേട്ടോ, ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് വാങ്ങുന്നത്. ഇതുണ്ടാക്കുമ്പോൾ ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാം, റിവ്യൂ. അപ്പോൾ ദാറ്റ്സ് ദിസ്. ഇന്നത്തെ ആമസോണിൽ ഇന്ന് വന്നുകൊണ്ട് ഇന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്താൽ കുറച്ച് എന്തെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. സോ ദാറ്റ്സ് ഓൾ. ഞാനൊരു എല്ലാവർക്കും വീണ്ടും സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു. അപ്പോൾ ടൈറ്റിൽ കാണുമ്പോൾ ചിരി വരുന്നുണ്ട് എനിക്ക്. എൻ്റെ ചായ വിത്രയും പല ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഇടാൻ ആലോചിച്ചൊന്നും കിട്ടിയില്ല. അവസാനം കോഫി വിത്ത് കറണ്ട് തന്നെ നമുക്ക് എപ്പോഴും കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതുപോലെ നമുക്ക് നാടൻ ചായ ആക്കിയാലോ, ചായ വിത്ത് രേണു ആക്കി. സോ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചായ വിത്ത് രേണു എപ്പിസോഡ് ചെയ്തിട്ട് അല്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ രസമായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഈ ജേർണിയിലൊരു ഭാഗമായിട്ട്